മൈ ഓൺ എക്സ്പീരിയൻസ് ഓഫ് ഹിന്ദുസം ഇസ് വെരി ഡിഫറെൻറ്റ്. ഞങ്ങളങ്ങനെ വലിയ റിലീജിയസ് ഫാമിലി ഒന്നുമല്ല. വീട്ടിലൊരു രാവിലെ ആയിട്ട് ഒരു വിളക്ക് കത്തിക്കും. അച്ഛൻ മാത്രം 2 മിനിറ്റ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ക്വയറ്റായിട്ട്, അല്ലാതെ വലിയ മണിയടിക്കലോ അങ്ങനത്തെ ഒന്നുമില്ല. ഏതെങ്കിലും തരത്തിലൊരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം സാധ്യമാവുമെന്ന് കരുതുന്നുണ്ടോ? ഞാനോ? ഇല്ല. ഇന്ത്യയിൽ ഇല്ല ഹിന്ദു രാഷ്ട്രം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഇറ്റ്സ് പോസിബിൾ. ലോയർക്കും കൂടി പുസ്തകം വായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടാക്കി മാത്രമേ. പക്ഷേ ഫണി തിങ് ഇസ്, ലോയർ അവർക്ക് ഇമെയിലിൽ ലീഗൽ റിപ്പോർട്ട് അയച്ചു, പക്ഷെ പിന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഐ ലവ്ഡ് ദ ബുക്ക്, ഐ എൻജോയ്ഡ് ദ ബുക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, ലീഗൽ റിപ്പോർട്ടിൽ ഇതൊന്നും. ആക്ച്വലി എനിക്ക് പ്രൈവറ്റ്ലി പറയുന്നത് ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, എനിക്ക് BJP ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിൽ ടിക്കറ്റ് തരാൻ പോവാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് കൊള്ളാം, ഒരു സൈഡിൽ നിന്ന് തെറി കിട്ടുന്നു, മറ്റേ സൈഡുകാർ പറഞ്ഞു അവര് തന്നെ തരാൻ പോകുന്നു. പക്ഷെ ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇന്നലെ പാർലമെന്റിൽ നടന്നത്, തെള്ളിയിട്ടു, തല അടിച്ചു, ആരാണ്ട് ഒരു MP തള്ളി, അയാൾ വേറെ ഏതൊരു MP മണ്ടയ്ക്ക് വീണു. ഇതൊക്കെയാണ് MP മാർ ചെയ്യേണ്ടത്. സത്യമായിട്ട് ഒരു നാണമില്ലാത്ത ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം ഇറ്റ്സ് ഓൾ കമ്പൈൻഡ്, സോഷ്യൽ മീഡിയ, ദിസ് ദാറ്റ്. പക്ഷെ അതൊക്കെ നാച്ചുറലി എവറി. തീർച്ചയായിട്ടും മനുവും എനിക്ക് തോന്നുന്നു PhD പോലും ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലല്ലേ? മാസ്റ്റേഴ്സ് ഡിസർട്ടേഷൻ. മാസ്റ്റേഴ്സ് ചെയ്തത് അവിടെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഐഡിയ. ഈ വിഷയത്തിലേക്ക് വരാനുള്ള ഒരു പ്രത്യേക താല്പര്യം അതൊന്ന് എനിക്ക് തോന്നുന്നു അന്ന് ടീനേജേഴ്സ് മുതലേ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറെ വായിച്ചതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണും. പിന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഹിന്ദുയിസത്തിനെ പറ്റി വായിച്ച പുസ്തകങ്ങൾ എപ്പോഴും ഒന്നെങ്കിൽ വളരെ ഒരു ഈസോട്ടറിക്, ആദ്യം വേദാസ് ഉണ്ടായിരുന്നു, ഉപനിഷത്ത് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു തിയോററ്റിക്കൽ അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ ഒരു അക്കൗണ്ടാണ് ഞാൻ എപ്പോഴും പുസ്തകങ്ങളിൽ വായിച്ചിരുന്നത്. പക്ഷേ മൈ ഓൺ എക്സ്പീരിയൻസ് ഓഫ് ഹിന്ദുസം ഇസ് വെരി ഡിഫറെൻറ്റ്. ഞങ്ങളങ്ങനെ വലിയ റിലീജിയസ് ഫാമിലി ഒന്നുമല്ല. വീട്ടിലൊരു രാവിലെ ആയിട്ട് ഒരു വിളക്ക് കത്തിക്കും. അച്ഛൻ മാത്രം 2 മിനിറ്റ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ക്വയറ്റായിട്ട്, അല്ലാതെ വലിയ മണിയടിക്കലോ അങ്ങനത്തെ ഒന്നുമില്ല. അമ്പലങ്ങളിലൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷെ ഞങ്ങളുടെ ആൻസെസ്ട്രൽ ഹോമിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു അമ്പലം ഞങ്ങൾക്ക് കുടുംബത്തിലുണ്ട്. ആ അമ്പലത്തിലെ ദൈവങ്ങളെ തന്നെ കണ്ടാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ദൈവങ്ങൾ. 2 ദേവിമാരുണ്ട്, ഒന്ന് വനദുർഗ, ഒന്ന് ഭദ്രകാളി. 2 പേരുടെ രൂപങ്ങൾ വേറെ. ഒരാൾക്ക് മേൽക്കൂര വേണം, വേറൊരാൾക്ക് മേൽക്കൂര പാടില്ല. അങ്ങനെ അത് തന്നെ. പിന്നെ ചില പുലയർ സമുദായത്തിലെ ഒരു ഡേറ്റി ഉണ്ട്, കുറവർ സമുദായത്തിലെ ഒരു ഡേറ്റി ഉണ്ടായിരുന്നു, ആയിരവേലി മുന്നോടി എന്ന് പറഞ്ഞ്. ഇപ്പോൾ അതിനെ കാണുന്നില്ല അവിടെ. പിന്നെ പേപ്പട്ടി കടിച്ച് മരിച്ചു പോയ ഏതോ ഒരു വല്യമ്മയുടെ ഒരു കല്ലിനകത്ത് ആത്മാവിനെ ആവാഹിച്ച് വെച്ചുണ്ടായിരുന്നു. പിതൃക്കളെ പൂജിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, നാഗദൈവങ്ങളുണ്ടായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് സോ ഫാസിനേറ്റിംഗ് ടു സീ. കാരണം ഓരോ ഡേറ്റിക്കും അവരുടേതായ ഒരു ഹിസ്റ്ററിയും അവരുടേതായ ഒരു രീതിയും ഒരു സെറ്റ് ഓഫ് ട്രഡീഷൻസും ഉണ്ട്. എല്ലാവരും ഒരേ കോമ്പൗണ്ടിലാണ് ഇരുത്തിയിരിക്കുന്നെങ്കിലും there was something very interesting about that. ആ ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ഹിന്ദുസത്തിലാണ് എൻ്റെ ഒരു താല്പര്യം വന്നത്. പിന്നെ എൻ്റെ ആ മാസ്റ്റേഴ്സ് ഫേസിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പഠിച്ചത് വാർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്. പക്ഷേ ദേ ഗേവ് മീ പെർമിഷൻ ടു ഡു എ ഡിസർട്ടേഷൻ ഓൺ എ ഹിസ്റ്റോറിക്കൽ തീം. അത് ഞാൻ ഹിന്ദു നാഷണലിസത്തിനെ പറ്റിയാണ് ചെയ്തത്. ആ സമയത്ത് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ്. കാരണം 2011 ചെയ്യുന്നത്. അപ്പം കോൺഗ്രസിന്റെ സർക്കാരൊക്കെ ആണ്. പക്ഷെ ഐ കുഡ് ഓൾറെഡി സെൻസ് ദർ ഈസ് സംതിങ് ബബ്ലിംഗ് അപ്പ്. കാരണം അന്നേ ഉണ്ടല്ലോ ഈ ഡിബേറ്റ്സ് ഒക്കെ അന്നും നടക്കുന്നുണ്ട്. ഞാൻ വളർന്നു വരുന്ന സമയത്താണ് വാജ്പേയിയുടെ ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്നത്, സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത്. സോ ഐ വാസ് aware that there is something interesting happening in this country. അപ്പോൾ ആ ഒരു താല്പര്യത്തിൽ വായിച്ചു തുടങ്ങിയതാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2011 എനിക്ക് 21 വയസ്സേ ഉള്ളൂ. അന്ന് നമ്മൾ വായിക്കുന്നതൊക്കെ വളരെ ഇംപ്രസ്ഡ് ആയിട്ട് അതേ ആർഗ്യുമെന്റ്സിലേക്ക് നമ്മൾ വന്ന് വീഴും. ഒരു 10 വർഷം എടുത്തു എനിക്ക്. ആ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ കാണും, പക്ഷെ എന്നാലും ഹോൾഡ് ഓൺ, there's another way of connecting the dots, അല്ലെങ്കിൽ there's another way of interpreting this എന്നുള്ള എനിക്ക് പറയാനുള്ള സെൽഫ് കോൺഫിഡൻസ് കുറെ കൂടെ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. അത് വന്നപ്പോഴാണ് പുസ്തകം എഴുതാൻ. ഈ പുസ്തകം ആരാണ് വായിക്കണം എന്നാണ് മനു ആഗ്രഹിക്കുന്നത്? ആരെയാണ് ഇത് അഡ്രസ് ചെയ്യുന്നത്? ഏത് തരം കൈൻഡ് ഓഫ് പീപ്പിൾ ആണ് ഇത് വായിക്കേണ്ടത്? അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു റിവ്യൂ, ഏഷ്യൻ റിവ്യൂ ഓഫ് ബുക്സ് വന്നിരുന്നു. അത് റിവ്യൂ ഒക്കെ ഇതിന്റെ അവസാനത്തെ ഭാഗത്ത് എഴുതിയിരുന്നു, ലെഫ്റ്റിലുള്ളവരാണേലും റൈറ്റിലുള്ളവരാണേലും 2 പേർക്കും വായിച്ച താല്പര്യം തോന്നുന്ന പുസ്തകമാണെന്ന് കേട്ടു. നല്ല കാര്യം. ഞാൻ ആദ്യം വിചാരിച്ച ലെഫ്റ്റും റൈറ്റും എല്ലാവരും എന്നെ ചിലപ്പം തല്ലാൻ വരും എന്നാണ്. പക്ഷെ ഇത് വായിച്ചാൽ 2 പേർക്കും ഫലിക്കും എന്നാണ് ആ റിവ്യൂവിൽ എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് മേഡ് മീ ഹാപ്പി. ഐ വുഡ് വാണ്ട് പീപ്പിൾ ടു റീഡ് ദാറ്റ്. അല്ലാതെ ഒരു സൈഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രം. ജസ്റ്റ് കുറച്ചുകൂടി ഞാൻ പറയാം, എൽഡർലി പീപ്പിൾ അല്ല, യങ്സ്റ്റേഴ്സ് ആണോ വായിക്കേണ്ടതെന്ന് കൂടിയാണ് ഞാൻ. യങ്സ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി. എൻ്റെ പൊതുവെ റീഡേഴ്സ് ആ യങ്സ്റ്റേഴ്സ്. പക്ഷെ എനിബഡി ഹു വാണ്ട്സ് ടു തിങ്ക്, ഇച്ചിരി ഓപ്പൺ മൈൻഡ് വെച്ചോണ്ട് നമ്മുടെ എല്ലാവരുടെയും, എൻ്റെ തന്നെ ഇത് എഴുതിയ സമയത്ത് എൻ്റെ തന്നെ കുറെ പ്രീ കൺസീവ് നോഷൻസ് എനിക്ക് തന്നെ മാറ്റി വെക്കേണ്ടി വന്നു in the process of writing. Really that is what I intend for the reader. That നിങ്ങളുടെ പ്രീ കൺസീവ് നോഷൻസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് റീഡ് ദിസ്. അത് ചെറുപ്പമാണെങ്കിലും വലുപ്പമാണെങ്കിലും ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു യു ഇഫ് യു ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. അതാണ് ഉദ്ദേശം.
സോ ഇതിൻ്റെ ഒരു ഗവേഷണത്തിലേക്ക് പോകുമ്പം ഈ ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥമാവുന്ന രീതിയിലുള്ള പുതിയ കണ്ടെത്തലുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണോ ഈ പറഞ്ഞു വന്നതിൻ്റെ? അങ്ങനല്ല. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് ചെറുപ്പകാലത്ത് നമ്മൾ വായിച്ചതിന്റെ ഒരു കൺവിക്ഷൻ കാണുമല്ലോ, ഇതാണ് സത്യം, അത് സത്യമല്ല. പക്ഷെ ആ ഒരു കൺവിക്ഷൻ കുറച്ച് ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. കാരണം അത് സാധാരണയാണ്. നമ്മൾ ആസ് വി മെച്യൂർ ഇൻ ജനറൽ, നമ്മൾ എത്ര കൂടുതൽ വായിക്കുന്നോ ഒരു സർട്ടൻ സെൽഫ് ഡൗട്ട് വരും. ആൻഡ് സെൽഫ് ഡൗട്ട് കൻ ബി എ ഗുഡ് തിങ്. സെൽഫ് ഡൗട്ട് ഒരു മോശം കാര്യമല്ല. എസ്പെഷ്യലി ഫോർ എ ഹിസ്റ്റോറിയൻ ഇറ്റ്സ് ഗുഡ് നോട്ട് ടു ബി സർട്ടൻ. നമ്മൾ തീരെ സർട്ടൺ ആയിട്ട് ഇത് തന്നെയാണ് സത്യം, ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ യു കൻ ഓസിഫൈ തിങ്സ് അറൗണ്ട് ദാറ്റ്. അത് ശരിയല്ല. കുറച്ച് സെൽഫ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ചെറു തുറന്നിരിക്കും. യു ആർ വില്ലിംഗ് ടു ലേൺ. അപ്പോൾ ദിസ് ഇൻ മെനി വേസ് ആ ഒരു ലേണിംഗ് പ്രോസസ്സും കൂടെ ആയിരുന്നു. ബേസിക്കലി ഒരു ഹിസ്റ്ററി ബുക്ക്, ഒരു റിസർച്ച് ഹിസ്റ്ററി ബുക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് പീപ്പിളിനെങ്കിലും ഡിസ്റ്റർബ് ചെയ്യണം അല്ലെങ്കിൽ അസ്വസ്ഥരാക്കണം. അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ മനു, ഇതാരെയായിരിക്കും ഡിസ്റ്റർബ് ചെയ്യുക ഈ പുസ്തകവും ഇതിൻ്റെ കൺവിക്ഷൻസും ഇതിൻ്റെ അതുകൊണ്ട് വരുന്ന ഇൻഫർമേഷൻസും? ഐ തിങ്ക് ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന എല്ലാ ടൈപ്പ് ആൾക്കാരും, ഇപ്പം നമ്മൾ പ്രോ ഹിന്ദുത്വ ആണെങ്കിലും ആൻറ്റി ഹിന്ദുത്വ ആണെങ്കിലും ചെറുപ്പമാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും, ഐ തിങ്ക് നമുക്ക് എല്ലാവർക്കും മുമ്പ് പറഞ്ഞ പോലെ മിഷണറീസ് വന്നപ്പോൾ ഒരു കാഴ്ചപ്പാട് കൂടാണ് വന്നത്. ഇവിടെ ഉള്ളവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ ക്ലാഷ് ഓഫ് കാഴ്ചപ്പാടിലാണ് ഈ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ആൻഡ് മൈ ഐഡിയ ഹിയർ ഇസ് ദാറ്റ് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമല്ല, ലോകത്തിൽ വേറെയും കാഴ്ചപ്പാടുകളുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ടു ഗിവ് പീപ്പിൾ ദി ഐഡിയ ദാറ്റ് നമ്മൾ വിചാരിക്കുന്ന കാഴ്ചപ്പാടിൽ കൂടെ മാത്രമല്ല, സെയിം സബ്ജക്ട്സിനെയും സെയിം ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിനെയും നമുക്ക് വേറെ ഒരു കാഴ്ചപ്പാടിയും കൂടെ കാണാൻ പറ്റും. അതാണ് മാത്രമല്ല ഇതിന് റിജിഡ്നെസ് നമ്മൾ ആവശ്യപ്പെടേണ്ട. ഇപ്പം നമ്മൾ ആദ്യത്തെ കഥ പോലെ അവസാനം ഒരു കഥ പറയുന്നത് റിജിഡ് അല്ല, ആവശ്യമുണ്ടെങ്കിൽ മാറ്റാവുന്ന മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അങ്ങനെ. കാരണം അത് മാത്രമല്ല, നമ്മൾ ഇഫ് യു ലേൺ ടു ലുക്ക് അറ്റ് സംതിങ് ഫ്രം സംബഡി എൽസസ് പെർസ്പെക്റ്റീവ്, നമുക്കും കുറെ കൂടെ അണ്ടർസ്റ്റാൻഡിങ് വരും, കുറെ കൂടെ മെച്ചോറിറ്റി വരും. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി ഹെൽത്തി. ഇതെല്ലാവരും അവരുടെ സ്ഥാനത്ത് ഇങ്ങനെ വെച്ച് ഞങ്ങൾ ഒട്ടും നീങ്ങില്ല എന്നുള്ള ഇത് വരുമ്പോഴാണ് വഴക്കായിട്ട് വന്ന സാധനങ്ങൾ പൊട്ടുന്നത്. ആ ഒരു എജിലിറ്റി വരണമെങ്കിൽ യു ഹാവ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വേർ ദി അതർ പേഴ്സൺസ് കമ്മിങ് ഫ്രം. അഗ്രി ചെയ്യണമെന്നില്ല, പക്ഷേ യു ഹാവ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വേർ ദി അതർ പേഴ്സൺ കംസ് ഫ്രം. ഇതിന് മുമ്പ് പണ്ട് ഒരു ലിറ്റ് ഫെസ്റ്റിൽ അവർ എന്നോട് ചോദിച്ചു, ഒരു സാവർക്കറുടെ പാനൽ മോഡറേറ്റ് ചെയ്യാൻ വന്നു. ഞാൻ വലിയ നേരത്തെ വിചാരിച്ചു എല്ലാവർക്കും സാവർക്കറുടെ ഹിന്ദുത്വം അറിയാം, നമുക്ക് സാവർക്കറുടെ ആദ്യ ഭാഗത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, എന്ന് വെച്ചാൽ റെവല്യൂഷണറി ഫീൽഡ്. അതൊന്നും ആദ്യം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന്റെ എൻഡ് ആയപ്പോഴേക്കും ആരാണ്ട് ചോദിച്ചു, ഇത് സാവർക്കറിനെ വെള്ള പൂശാൻ വേണ്ടിയുള്ള പാനലാണ്. ഞാൻ വിചാരിച്ചു അയ്യോ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. ഐ തോട്ട് ലെറ്റ്സ് ലേൺ സംതിങ് ന്യൂ, ലെറ്റ്സ് ലുക്ക് അറ്റ് സംതിങ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് സാവർക്കർ. പക്ഷെ അത് തന്നെയാണ് ഇപ്പൊ സാവർക്കർ എഴുതിയ ഹിന്ദുത്വം എനിക്ക് ഇഷ്ടമില്ലേലും അത് എഴുതിയ ആളിനെ മനസ്സിലാക്കിയാലേ എനിക്ക് ആ ഹിന്ദുത്വം മനസ്സിലാവാൻ പറ്റുള്ളൂ. അയാൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി, ഏത് സന്ദർഭത്തിൽ എഴുതി, ഏത് വർഷത്തിൽ എഴുതി, എവറിത്തിങ് മാറ്റേഴ്സ്. ആ സമയത്തെ കോണ്ടെക്സ്റ്റ് എന്തുമായിരുന്നു, അയാളുടെ കോണ്ടെക്സ്റ്റ് എന്തുമായിരുന്നു, വേർ ഡിഡ് ഹി കം ഫ്രം, ഹൗ വാസ് ഹിസ് തിങ്കിങ് ഇൻഫ്ലുവൻസ്, വാട്ട് കമ്മ്യൂണിറ്റി വാസ് ഹി റേസ്ഡ് ഇൻ, ബിക്കോസ് ദാറ്റ് മാറ്റേഴ്സ്. അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചിത്പാവൻ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. അവർ പേഷ്വ പീരീഡിൽ ബ്രാഹ്മിൻസുമാണ് ഭരണക്കാരുമാണ്. ആ പവറിലിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അവരെയാണ് ബ്രിട്ടീഷുകാർ നീക്കി ബ്രിട്ടീഷ് ഭരണം തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ഒരു റിസെന്റ്മെന്റ്, അവരുടെ ഒരു ആംബിഷൻ ബ്രിട്ടീഷുകാർക്കും സസ്പെഷൻ ആയിരുന്നു ഈ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസിനെ. ആൻഡ് ഇൻഫാക്ട് RSS ഒക്കെ ഉണ്ടായി വരുന്നത് ലിങ്ക് ടു ദിസ് പെർട്ടിക്കുലർ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്ക് ഹിന്ദുത്വയെ ആക്ച്വലി അതിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഉണ്ടായി വന്നു എന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗുഡ് ചരിത്രകാരൻ ഹാസ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ദ ഫിനോമിനൻ. ഒരു പ്രത്യേക പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റും വളരെ പ്രധാനമാണ്. ആളുകൾ അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സവർക്കറിനെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നും അല്ലല്ല ഞാൻ പറയാം. ഈവൻ ഈ പുസ്തകത്തിന് പോലും അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വരാം. എങ്ങനെയാണ് അങ്ങനെ വിമർശനം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല ഓക്കെ, നല്ല കാര്യം. ബേസിക്കലി ഹിന്ദുത്വം പഠിച്ചാലാണ്, ഹിന്ദു കൾച്ചറിലൂടെ കടന്നു വന്നൊരു ഹിസ്റ്റോറിയനാണ്. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ഹിന്ദുവായിട്ട് റിലീജിയസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ മതമായിരിക്കും അത്. 190 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന, അത്രയും ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം സാധ്യമാവുമെന്ന് കരുതുന്നുണ്ടോ? ഞാനോ? ഇല്ല. ഇന്ത്യയിൽ ഇല്ല ഹിന്ദു രാഷ്ട്രം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഇറ്റ്സ് പോസിബിൾ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് തന്നെ അവരെപ്പോഴും പറയുന്നത് മൾട്ടിപ്പിൾ പാത്ത്സ് ടു ഗോഡ്. ആ ഫണ്ടമെന്റൽ ഫീലിംഗ് ഓഫ് ടോളറൻസ് ഇപ്പോഴും ഹിന്ദുവിനുണ്ട്. അത് ഇൻഫാക്ട് ഞാൻ മാത്രമല്ല, ഈ പ്യൂ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അവരും അതിനകത്ത് പറയുന്നുണ്ട് മോസ്റ്റ് ഹിന്ദുസ് ആർ വെരി അക്സെപ്റ്റിംഗ് ആൻഡ് ടോളറന്റ് ഓഫ് മൾട്ടിപ്പിൾ ഫെയ്ത്ത്സ്.
അപ്പോൾ എനിക്ക് തോന്നുന്നില്ല മോസ്റ്റ് ഹിന്ദുസ് വിൽ എവർ പുഷ് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റണം എന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിലും കണ്ടു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ വെരി ഇൻവെസ്റ്റഡ് ഇൻ ദി ഐഡിയ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോഴും അതൊരു വളരെ പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല, ഈ സാധ്യതകൾ കാണും, അറ്റംപ്റ്റ്സ് ടു ഡു ദാറ്റ് വിൽ ബി ദയർ, പക്ഷെ അതത്രയും ഈ പറയുന്ന പോലത്തെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മനു ഇപ്പം 5ാമത്തെ പുസ്തകത്തിലെത്തി. ഞങ്ങൾ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് പോലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്ന് മനുവിന് ഇത്തരം മലയാളം പോലും പറയാൻ പറ്റില്ലായിരുന്നു. ശരിയാ, ഇപ്പോഴും അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇമ്പ്രൂവ്. ഞാൻ മലയാളി റീഡേഴ്സും ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. മലയാളത്തിൽ ഒരുപാട് റീഡേഴ്സ് മനുവിൻ്റെ ആരാധകരാണ്. ഇംഗ്ലീഷ് അറിയാത്തവരും മനുവിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ വരുന്നുണ്ടൊക്കെ. സോ ഇപ്പോൾ ഒരു ബൈ ഡിഫോൾട്ട് ഒരു ഹിസ്റ്റോറിയൻ ആവുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് എടുത്തിട്ടുണ്ടാവുമല്ലോ. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു? ഐ എം ക്വൈറ്റ് ഹാപ്പി, മോർ ദൻ ഹാപ്പി, വെരി കണ്ടെന്റ്. എനിക്കൊരു പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ജോലി തന്നെയാണ്. എനിക്കിഷ്ടമാണ്, ആൾക്കാർ റീഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ എത്രയൊക്കെ എഴുതിയാലും ചിലർ വിചാരിക്കും ബെസ്റ്റ് സെല്ലർ ടാഗ് വെച്ചാൽ പൈസ കിട്ടാൻ, നല്ല പൈസ കിട്ടിയാൽ കൊള്ളാം, പക്ഷേ ദ റിയൽ തിങ് ഇസ് പീപ്പിൾ ആർ റീഡിങ്. ആൻഡ് റീഡ് ചെയ്യുന്നത് നമുക്ക് കാണാം, എസ്പെഷ്യലി ഇപ്പം കേരളത്തിലെ ലിറ്റ് ഫെസ്റ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പോൾ പോകുമ്പോൾ ചെറുപ്പക്കാരാണ് വരുന്നത്. എന്നിട്ട് അവർ വായിച്ചിട്ടാണ് വരുന്നത്. കാരണം അവർ ഒന്നുകിൽ മുമ്പിലത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിൻ്റെതായ ചോദ്യങ്ങൾ കാണും, അവരുടെ ആ ഒരു എനർജി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വായിച്ചിട്ട് വന്നവരാണ്, അല്ലാതെ ചുമ്മാ വഴിയെ പോയവർ വന്ന് കയറി ഇരിക്കുന്നതല്ല. സോ ദാറ്റ് ഫീൽസ് വെരി സാറ്റിസ്ഫൈങ്. റെസ്പോൺസ്. അതെ, പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത പുസ്തകം എഴുതുമ്പം ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്, അതിനകത്ത് ഒരു താല്പര്യം കാണിക്കാൻ പോകുന്നവർ. ആകെ എനിക്കൊരു പേടിയുള്ളത് ഈ ഇപ്പോഴത്തെ ഒരു പബ്ലിഷിംഗ് സിറ്റുവേഷനിൽ പല കാരണങ്ങളിൽ, സം പീപ്പിൾ സേ ചൈനയായിട്ട് എന്തോ ട്രേഡ് റിലേഷൻസ്, പിന്നെ യുക്രൈൻ വാർ, പേപ്പറിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പൊതുവെ പുസ്തകങ്ങളുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേപ്പർ ബാക്ക് ഒക്കെ 699 ഒക്കെയാണ് വിൽക്കുന്നത്. ഹാർഡ് ബാക്ക് ഒക്കെ ഇപ്പം നാച്ചുറലി 1000-ലൊക്കെയാണ് പൊതുവെ പോകുന്നത്. ചിലതൊക്കെ 1200-ലാണ്. യുവാൽ ഹരാരിയുടെ പുതിയതൊക്കെ 1200 തോന്നുന്നു അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു ഇത് അഫോർഡബിലിറ്റി ഫാക്ടർ വരുമോ? കാരണം മെട്രോസിലെ കുട്ടികൾക്ക് വായിക്കാം, ബാംഗ്ലൂർ, ഡൽഹിയിൽ അവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഒരുപാട് റീഡേഴ്സ് Tier 2 ടൗൺസിലുമുണ്ട്. അവിടുത്തെ ഇപ്പൊ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു 1000 രൂപയുടെ പുസ്തകം ഉടനെ പോയി ചുമ്മാ അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു ഈസില്ല. ഞാൻ പബ്ലിഷേഴ്സുമായിട്ട് ഇങ്ങനെ വഴക്കിലാണ് എപ്പോഴും, ഇത് എന്തിനെങ്കിലും കുറച്ചുകൂടെ പ്രൈസ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായ കാൽക്കുലേഷൻ, അങ്ങനെ പറയുന്ന ഓതർമാരും കുറവായിരിക്കും, അവരെല്ലാം പ്രൈസ് കൂട്ടിയിട്ട്. അതിനോട് എൻ്റെ എഡിറ്റർ പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനെ ഓത്തറുമായിട്ട് ഞാൻ എൻ്റെ അഡ്വാൻസിന്റെ, നമുക്കൊരു അഡ്വാൻസ് കിട്ടില്ലോ, അഡ്വാൻസ് ഓൺ റോയൽറ്റീസ്, അതിന്റെ ഒരു ഭാഗം തിരിച്ച് ഓഫർ ചെയ്തതാ, ഇത് പ്രൈസ് എങ്ങനെയും കുറയ്ക്കണം എന്ന്. അപ്പൊ അവർ പറഞ്ഞു അതെങ്ങനെ, അപ്പൊ അടുത്ത പ്രിന്റിന് പിന്നെയും കൂടും, അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് പൈസ കൊടുക്കുമെന്ന്. രണ്ട് കാര്യമാണ്. ഒന്ന്, ഹിസ്റ്ററി ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ് സെല്ലിംഗ് ഹിസ്റ്ററി ബുക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പബ്ലിഷിംഗ് ഇല്ലായിരുന്നു. ഇന്ത്യയിൽ എന്തായാലും കൊണ്ടുവന്നത് മനുവാണ്. അല്ല, എന്റെ മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞായിട്ടിരിക്കും, കുഞ്ഞെന്ന് പറഞ്ഞാൽ 13, 14, 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ എബ്രഹാം എരാളിയുടെ ഉണ്ടായിരുന്നു. പക്ഷെ ശരിയാണ്, അതങ്ങനെ അല്ല, പക്ഷെ നല്ല ഭംഗിയോടെ വളരെ നല്ലോണം വളരെ റീഡബിൾ ആയിട്ട് ഒരു ഫുൾ സെറ്റ് ആയിട്ട് ഏൻഷ്യന്റ് ഇന്ത്യ ടു ദി എൻഡ് ഓഫ് ദി മുഗൾസ്, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബുക്സ്. നമ്പേഴ്സ് ഡസന്റ് മാച്ച് വിത്ത് യു, വേറെയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്പേഴ്സ്, നോ, ഐ മീൻ റീഡബിലിറ്റി ഫാക്ടർ. അതുകൊണ്ടാണല്ലോ നമ്പേഴ്സ് വരുന്നത്, അത്രയും റീഡേഴ്സിനെ കണ്ടെത്തുന്നു വെച്ചാൽ. അല്ല, പക്ഷെ ഞാൻ ഒരു യങ്ങർ ജനറേഷനിലേക്ക് ഹിസ്റ്ററി എത്തിക്കുന്നതിൽ മനു ചെയ്തത് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആയിരിക്കും. പക്ഷെ അത് ടു ഗിവ് സം ക്രെഡിറ്റ് ടു മൈസെൽഫ് അഗൈൻ, ഇമ്മോഡസ്റ്റ്ലി ഞാൻ ഐ റീച്ച് ഔട്ട് ടു ദം ഓൾസോ. ട്വിറ്ററിലൊന്നുമില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാം ഐ ഡു റീച്ച് ഔട്ട് ടു പീപ്പിൾ ഗെറ്റ് ഇൻ ടച്ച്, ദെയർ വേസ് ഇൻ വിച്ച് ഐ റെസ്പോണ്ട്. അപ്പം ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിനെ എപ്പോഴും ഇങ്ങനെ അറിയാം. ഈവൻ ഇൻസിഡന്റ് എനിക്ക് പറയാം, എന്നോടൊരു ലേഡി വിളിച്ചിട്ട് മനുവിന്റെ നമ്പർ തരാമെന്ന് ചോദിച്ചു. മനു വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മെയിൽ അയക്കണമെന്നു. സോ അവർക്ക് എന്താ വേണ്ടത് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു അവരുടെ വീട് പാലുകാച്ചലിന് മനു വരണം. സോ ദാറ്റ് മച്ച് റിലേഷൻഷിപ്പ് യു ഹാഡ്. ചിലർ കല്യാണത്തിന് ഇപ്പൊ ഒരു കേരളത്തിലെ പരിപാടി ഉണ്ട്, ചോറൂണിന് ആൾക്കാർ, കുട്ടികൾ ഫേമസ് ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി ചെയ്യുന്നത്. വെരി സ്വീറ്റ്. ഐ ഡോണ്ട് തിങ്ക് എനി ഹിസ്റ്റോറിയൻ ഇൻ ദ വേൾഡ് ഈ ഒരു അപ്രോച്ചിലേക്ക് ആളുകൾ, അതൊരു വലിയ കാര്യമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഇതിലേക്ക് കൊണ്ടുവന്നത് അത് തിരഞ്ഞെടുത്തതിൽ ഹാപ്പിയാണോ? അല്ല അക്കാഡമിക് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറണം. എനിക്ക് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിട്ട് പോകാറുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പം ലാസ്റ്റ് ഇയർ തന്നെ IIM ഗാന്ധിനഗറിൽ പോയി, അവിടുത്തെ IIT മദ്രാസിൽ പോയി, ഗാന്ധിനഗറിൽ ഒരു IIT ഉണ്ട്, അവിടെയും പോയി. അങ്ങനത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്. അശോകയിൽ പോയിട്ടുണ്ട്, അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നടക്കും. പക്ഷേ ഒരു ഫുൾ ടൈം ആയിട്ട് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യം കുറവാണ്. ബിക്കോസ് ദാറ്റ് റിക്വയർസ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്കിൽസ്. ഒരു വേറെ ഒരു ചാനലിംഗ് ഓഫ് എനർജിയാണ് അതിനാവശ്യം. എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ 8:30 ഇരുന്ന വൈകുന്നേരം വരെ ജോലി. ഇടയ്ക്ക് മാത്രം ഒരു ജിമ്മിന് വേണ്ടി പുറത്തു പോകും, പക്ഷെ ബാക്കി സമയം ജോലിയാണ്.
ബിക്കോസ് ഐ എൻജോയ് ദാറ്റ് സിറ്റിംഗ് ഇൻ ജോലി ഇൻ ദ സെൻസ് ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്ത പുസ്തകത്തിന്റെ ഗവേഷണം അതിൽ 2-3 ഐഡിയാസ് ഉണ്ട്. there are several in mind. ഇത് തന്നെ So it is a continuous process. 2019 ഇത് എഴുതാൻ തീരുമാനിച്ചു. 2020 4 ചാപ്റ്റർ എഴുതി, പിന്നെ മാറ്റി വെച്ചു. 2021 എന്റെ മറ്റേ പുസ്തകം ഫോൾസ് അലൈസ് ഞാൻ റിലീസ് ചെയ്തു, അതിനെ ആ സമയത്ത് തീർത്തു. 22 PhD കഴിഞ്ഞു, പിന്നെ 24 ആകുമ്പോഴേക്കാണ് ഈ പുസ്തകം ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ഒരേ സമയത്ത് ചിലപ്പോൾ 2-3 പ്രോജക്ട്സ് ഇങ്ങനെ കാണും ലാപ്ടോപ്പിനകത്ത്. പക്ഷേ ഓരോ സമയത്ത് ഓരോന്ന് തീർന്ന് ഇങ്ങനെ വരും. ഈ ലെക്ചേഴ്സിലും ഇതുപോലത്തെ നെഗറ്റീവ് ഫോം ഓഫ് ഡിസ്കഷൻ ആണോ അല്ല അക്കാഡമിക് ലൈനിലുള്ള പ്രബന്ധങ്ങളാണോ അവതരിപ്പിക്കുന്നത്? അല്ല, അവരെന്നെ സ്പീക്കറായിട്ട് വിളിക്കും. അല്ലല്ല, അവിടുത്തെ ടെക്സ്റ്റ് എങ്ങനത്തെ ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. എവിടുത്തെ ഈ ഇത്തരം ലെക്ചേഴ്സ് ചെയ്യുമ്പോഴേ അത് ഇതുപോലെ തന്നെ ഞാൻ എന്റെ സിസ്റ്റം മാറ്റും. ബിക്കോസ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ മീ ബിക്കോസ് ഓഫ് ദിസ്. അപ്പൊ ഞാനിത് മാറ്റാൻ പോകണം. അവർക്കും താല്പര്യമില്ല. ദേ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ്. നമ്മളിപ്പോ അക്കാഡമിക് ലെക്ചർ എന്ന് പറയുമ്പോൾ അസ്യൂം ചെയ്യുന്നത് കൂടുതലും ഒരു സ്പീച്ചിനെക്കാട്ടി ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. കാരണം അത് കുറെ കൂടെ ഡൈനാമിക് ആണ്. മാത്രമല്ല അപ്പുറത്തെ ആളെ എന്ത് ചോദ്യം ചോദിക്കുന്നത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കും അതെ, ബ്രെയിൻ ഓൾസോ തിങ്സ് ഓൺ ദ സ്പോട്ട്. അതാണ് എനിക്കും കുറെ കൂടെ ലൈവ്ലി ആയിട്ട് തോന്നുന്നത്. അല്ല ചുമ്മാ പോയി ഒരു സ്പീച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. പിന്നെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ വലിയ ചാലഞ്ചസ് ഉണ്ടാവുന്ന ഒരു കാലത്താണ് മനു ഹിസ്റ്റോറിയനായിട്ട് വരുന്നത്. പൊളിറ്റിക്കലി ഒരു വലിയ ചാലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ട്. ഹിസ്റ്ററി തന്നെ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സോക്കോൾ ഇതുവരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ ചരിത്രം മനസ്സിലാക്കിയ ഹിസ്റ്റോറിയൻസിനെ തള്ളി പറയുന്നു. അവർ ഫാബ്രിക്കേറ്റഡ് ഹിസ്റ്ററി ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിന് ലെഫ്റ്റ് ലീനിയൻസ് പറയുന്നു. അതുകൊണ്ട് അവർ പലതും മറച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് അത് ഒരു സോബറായിട്ട് നോക്കിയാൽ ആൾക്കാർ പറയുന്നത്? ഇപ്പൊ റൂമില ഥാപ്പറിന് ഒരുപാട് കുറ്റം പറയും. ആസ് ഇഫ് അവർ അറിഞ്ഞുകൊണ്ട് ഏതാണ്ട് വലിയ കൺസ്പിറസിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വന്ന് പാവം ഇപ്പൊ അവർക്ക് 90 വയസ്സുണ്ട്. ഈ ഒരു സ്ത്രീയെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ഓരോരുത്തർ എഴുതി ഇങ്ങനെ ഇടുന്നത്. വൺ തിങ് ഐ സേ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ എല്ലാവർക്കും ഓരോ കാലത്ത് ചില ഫ്രെയിം വർക്ക്സ് ഉണ്ടാവും. അപ്പൊ ആ ഫ്രെയിം വർക്ക്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം എപ്പോഴും പറയുന്നത്, 100 വർഷം മുമ്പ് വലിയ ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു. ജാദുനാഥ് സർക്കാർ ഉണ്ടായിരുന്നു, സർദേശായി ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും കാലത്ത് ദേ വർ നോട്ട് എക്സ്പോസ് ടു ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ. കാരണം ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് അവരുടെ റൈറ്റിംഗ്സ് ഒക്കെ വളരെ ഒരു മെയിൽ ഗേസിൽ കൂടെ നോക്കുന്ന ഒരു റൈറ്റിംഗ് ആണ്. പോസ്റ്റ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ആണ് ഇപ്പം നമ്മൾ ആ ഒരു ഫെമിനിസ്റ്റ് ഗേസും കൂടെ കൊണ്ടുവന്ന് സെയിം എവിഡൻസിനെ നമുക്ക് വേറെ ഒരു കാഴ്ചപ്പാടിൽ കൂടെ കാണാൻ പറ്റും. അതിന്റെ അർത്ഥം ഇറ്റ് ഡസന്റ് മീൻ ദേ വർ ഇൻ സം കൺസ്പിറസി അഗൈൻസ്റ്റ് വിമൻ. അല്ല, അവരുടെ ഫ്രെയിം വർക്ക് അന്നത്തെ കാലത്ത് അന്നത്തെ ടെക്നോളജി വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇന്ന് അതുപോലെ തന്നെ പുതിയ ഫ്രെയിം വർക്ക്സ് ഉണ്ട്, പുതിയ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. നാച്ചുറലി പഴയ ഹിസ്റ്റോറിയൻസിന്റെ ചില കൺക്ലൂഷൻസ് നമ്മൾ റിവൈസ് ചെയ്യും, ചില കൺക്ലൂഷൻസിനെ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. ചരിത്രം അങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞുകൊണ്ട് നമ്മളെ പഴയ ഹിസ്റ്റോറിയൻസിനെയും പഴയ എഴുത്തിനെയും ബാധിക്കും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രമല്ല, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് വെച്ചു. ദാറ്റ്സ് ഓൾസോ നോട്ട് ഫെയർ. ഇപ്പൊ നിങ്ങൾ വാദിക്കുകയാണ് അന്നത്തെ ഹിസ്റ്റോറിയൻസ് എല്ലാം ലെഫ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ഓക്കെ, നിങ്ങളുടെ അത് അംഗീകരിച്ചാലും അതിന്റെ ഉത്തരം ഇപ്പം മാത്രം ചെയ്യുന്നതല്ലല്ലോ. ദാറ്റ് മീൻസ് യു ആർ ഓൾസോ സ്ക്യൂയിങ് ഹിസ്റ്ററി ഇൻ അനദർ ഡിറക്ഷൻ. അപ്പോൾ ഒരു ഈവൻ ഹാൻഡഡ്നെസ്, ഒരു സെൻസ് ഓഫ് ബാലൻസ്, അതാണ് വേണ്ടത്. അതിനകത്ത് വി ഷുഡ് നെവർ ഗെറ്റ് ക്യാരിഡ് അവേ വിത്ത് ഓൾ ഓഫ് ദീസ് തിങ്സ്. അതുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ട്വിറ്ററിൽ ആക്റ്റീവ് അല്ല. എന്റെ കാര്യങ്ങൾ വരുമ്പോൾ ട്വീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. കാരണം അവിടെയാണ് ഈ അലപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. നമുക്ക് നമ്മുടെ കാര്യം നടത്തണമെങ്കിൽ യു ഹാവ് ടു സ്റ്റിക്ക് ടു യുവർ ഡെസ്ക്. ഇൻസ്റ്റാഗ്രാം ഐ ലൈക്ക് ടു യൂസ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ പരിപാടികൾ പറ്റില്ല. ഇപ്പൊ ഒരാൾ വന്ന് വേണ്ടാത്ത നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്ത് അതോടെ കാര്യം കഴിഞ്ഞു. അപ്പം ലെഫ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോൾ there is a Marxist perspective on history and Marxist perspective on understanding the society. അതല്ലേ ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസ് ചെയ്തത്. അത് കംപ്ലീറ്റ് ആയിട്ട് തള്ളി പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഞാൻ മുമ്പും താങ്കളുമായിട്ടുള്ള ഇന്റർവ്യൂലാണ് മുമ്പും വേറെ ഏതോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, we've learned a lot because of that perspective. ഈ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് നമുക്ക് വാല്യൂബിൾ ആയിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. ഈവൻ ഇഫ് യു ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ് ഓർ ഇഫ് ദാറ്റ്സ് നോട്ട് ദി ഓൺലി പെർസ്പെക്റ്റീവ്, ആ പെർസ്പെക്റ്റീവ്സിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് നിന്ന് മാത്രം ഹിസ്റ്ററി നോക്കിയാൽ യു വിൽ സീ ഓൺലി മെൻ ഒപ്രസിംഗ് വിമൻ. പക്ഷേ ഇറ്റ് സ്റ്റിൽ ഹാസ് വാല്യൂ. കാരണം ഈ പല പെർസ്പെക്റ്റീവ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത്. അപ്പോൾ ഒന്നിനെ അങ്ങനെ തെള്ളി പറയുന്നത് ശരിയല്ല. നമ്മളും അൾട്ടിമേറ്റ്ലി ചരിത്രം എഴുതുന്നവരും ചരിത്രം മനസ്സിലാക്കുന്നവരും എല്ലാം മനുഷ്യരാണ്. നമ്മളെല്ലാം ലോകത്തിന് നമ്മുടെ ഫ്രെയിം വർക്ക്സിൽ കൂടാണ് കാണുന്നത്. ദെർ ആർ വേസ് ടു ബാലൻസ് ഇറ്റ് ഇൻ എ സർട്ടൺ വേ. പക്ഷേ അതിൻ്റെ അർത്ഥം ബാക്കി ഒന്നത്തിനെ മോശമായി കാണിക്കുക, അല്ലെങ്കിൽ അത് ഏതോ ഒരു കുബുദ്ധിയുടെ പ്രോഡക്റ്റ് ആയിരുന്നു ഉള്ളത്, അതൊക്കെ ചുമ്മാ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന വിവാദങ്ങൾ. ഇതൊന്നും അങ്ങനെ വലിയ അർത്ഥമുള്ള കാര്യങ്ങളല്ല. കണ്ടംപററി ഇന്ത്യയിൽ നടക്കുന്നത് കാരണം പൊളിറ്റിക്കൽ ഫാബ്രിക്കേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനം അക്കാഡമിക് തലത്തിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും? അതെങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഒന്നെന്ന് വെച്ചാൽ കിഡ്സ് വിൽ നോട്ട് ഹാവ് ദ റൈറ്റ് സെൻസ് ഓഫ് ദ പാസ്റ്റ്.
ഇപ്പം പീപ്പിൾ ഓൾസോ ഗെറ്റ് ഫിക്സേറ്റഡ്, ഓ ഈ രാജാവല്ല തോറ്റത്, മറ്റേ രാജാവാണ് തോറ്റത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പെറ്റി ആയിട്ടുള്ള ഗെയിംസ് ആണ്. നമ്മൾ ആക്ച്വലി പിള്ളേരെ പഠിപ്പിക്കേണ്ടത് ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ആണ്, ഒരു സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി, ഇൻ മേക്കിംഗ് സെൻസ് ദാറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നല്ലതും മോശവും മാത്രമല്ല, ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകം തോന്നുന്ന ഒരു സംഭവമാണ്. പക്ഷേ വി ആർ അഗെയിൻ ഫോളോയിങ് ഇൻ ടു ദ സെയിം ട്രാപ്സ്. അതായത് പറഞ്ഞേ, ചിലവർ പറയും കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതി അതുകൊണ്ട് ഞങ്ങൾ അതിനെ റിവൈസ് ചെയ്ത് ഇങ്ങോട്ടാക്കാൻ പോവുക. എന്നാലും ബാലൻസ് വരുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങോട്ട് നീക്കിയെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് നീക്കുമ്പം നഷ്ടം വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ ഒരു സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ, ഒരു സെൻസ് ഓഫ് സൊബ്രൈറ്റിക്കാണ് വരുന്നത്. അതപ്പം കുട്ടികൾക്ക് നഷ്ടം വരും. പക്ഷേ എനിക്ക് അഗൈൻ ഒരു സെൻസ് ഓഫ് ഓപ്റ്റിമിസം ഉള്ളത്, ഇത്രയും നാൾ നമ്മൾ സീരിയസ് ഹിസ്റ്ററി നോക്കിയ ദ വേ പീപ്പിൾ ആക്ച്വലി വേക്ക് അപ്പ് ടു ഹിസ്റ്ററി, അത് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജ് ലെവലിലൊക്കെയാണ്, ആ റീഡിങ്സിലാണ് വരുന്നത്. അവിടെ താല്പര്യമുള്ള ടെക്സ്റ്റ് ബുക്സ് അല്ല നോക്കുന്നത്, നമ്മൾ മറ്റു പുസ്തകങ്ങളാണ് വായിക്കുന്നത്. ഞാനും ഹിസ്റ്ററിയിൽ ഇൻട്രസ്റ്റ് എടുത്ത് വന്നപ്പം സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് അല്ല എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുമ്പോൾ എബ്രഹാം ഇറാലിയെ ഓർക്കുന്നത്, അല്ലാതെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ അല്ല. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന് ഒരു കാര്യവും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. കാരണം അത് താല്പര്യമുള്ളവർ അങ്ങോട്ടാണ് പോകുന്നത്. they'll be able to read as diversely as possible. അതുകൊണ്ട് സത്യമായിട്ടും ഇതിന്റെ ഒരു ആൻസർ എന്ന് വെച്ചാൽ റീഡിങ്ങിനെ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. ബെസ്റ്റ് ഹിസ്റ്ററി ബുക്സ് വന്നാൽ മതി അല്ലേ? ദാറ്റ് വിൽ ചേഞ്ച് ദ and books in general. നമ്മളൊരു റീഡിംഗ് കൾച്ചർ ഉണ്ടാക്കി വന്നാൽ it doesn't matter if you read history or politics or science or whatever, so long as you're reading. റീഡ് ചെയ്താലേ നമ്മുടെ ഒരു എക്സ്പാൻഡ് ആവുന്നത്. അവിടെ ഒരു ചെറിയ ഒരു ആൻസൈറ്റി എനിക്കുള്ളതെന്ന് വെച്ചാൽ ബുക്സ് വരുന്നുണ്ട്, പക്ഷെ ബുക്സ് വരുന്നതിൽ ഈ പറയുന്ന പോലെ ഈ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ബുക്സ് ധാരാളം വരുന്നുണ്ട്. മേജർ പബ്ലിഷിംഗ് ഹൗസ് പോലും അവരുടെ ചങ്ക് ഓഫ് ഹിസ്റ്ററിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇപ്പം നമുക്ക് സവർക്കറിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ പലതരത്തിൽ വരുന്നുണ്ട്. ഇപ്പം ഇയാളുടെ പുസ്തകം വന്നു കഴിഞ്ഞു, അരുൺ ഷൂറിയുടെ പുസ്തകം വരുന്നു. അപ്പോൾ അവരൊക്കെ പുതിയൊരു ഫാക്ട്സിനെ കൊണ്ടുവന്നിട്ട് ദേ ആർ മേക്കിംഗ് സംതിങ് ചേഞ്ചിങ് അല്ലേ? അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അത് പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡും ഒരു സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ശരിയാണ്, പബ്ലിക് വിൽ കൺസ്യൂം ഇറ്റ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. വരുന്നത് ഇപ്പം എസ്റ്റാബ്ലിഷ് പബ്ലിഷേഴ്സിലൂടെ മനുവിന്റെ പുസ്തകം നിന്ന് പബ്ലിഷർ തന്നെയാണ് പലപ്പോൾ അതും കൊണ്ടുവരുന്നത്. അതുണ്ടാക്കും നമുക്ക് പണ്ടൊരു പബ്ലിഷർ വെച്ച് നമുക്കൊരു സീരിയസ്നെസ് മനസ്സിലാക്കാം, അത് മാറുകയാണ്. അല്ല, കാരണം പൈസ കിട്ടുമല്ലോ. അതെ അതെ, ആ ഒരു ചേഞ്ച് വായിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ അഗൈൻ ഒരു പുസ്തകം കുറെ വിൽക്കും ഈ സമയത്ത്, ചിലപ്പോൾ മറ്റേ വേറെ ഒരു പുസ്തകം അത്രയും വിൽക്കത്തില്ലായിരിക്കും. പക്ഷെ 10 വർഷം കഴിഞ്ഞ് എന്തോ നടക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. യു നെവർ നോ. ആ സമയത്തായിരിക്കും ഈ പുസ്തകത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഐഡിയാസ് ഹാവ് ദെയർ ഓൺ വാല്യൂ. ഈ സമയത്ത് ജസ്റ്റ് ബിക്കോസ് സംതിങ് ഇസ് ലുക്സ് ഡോമിനന്റ്, അതിന്റെ അർത്ഥം മറ്റേതിന്റെ വില പോകുന്നല്ല. മറ്റേതിന് സമയം വരും അതിൻ്റെതായ. നമ്മളിപ്പം ഹിന്ദുത്വ തന്നെ എഴുതിയ സാവർക്കർ 1920s എഴുതുകയാണ്. സാവർക്കറുടെ ഹി ഡൈഡ് എ ഫെയർലി ഫ്രസ്ട്രേറ്റഡ് മാൻ. അദ്ദേഹം മരിച്ചതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ചിത്രം വന്നത്. അതാണ് പവർ ഓഫ് ഐഡിയാസ്. ഈവൻ ഇഫ് ഇറ്റ്സ് എ ബാഡ് ഐഡിയ ഓർ എ ഗുഡ് ഐഡിയ, ആൻ ഐഡിയ വൺസ് ഇറ്റ്സ് ബീൻ എൻഷ്രൈൻഡ് ഇൻ എ ബുക്ക്, അത് പിന്നെ ഏത് സമയത്തും അതിനെ റിവൈവ് ചെയ്ത് ഒരു റീആനിമേറ്റ് ചെയ്ത് വരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് വെച്ചുകൊണ്ട് ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പുസ്തകം ആദ്യം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ വക്കീലിൻ്റെ അടുത്ത് അയച്ചത്, വായിച്ചതിന് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ. പക്ഷെ ടു ബി ഫെയർ, വക്കീലിൻ്റെ കുറേ നോട്ട്സ് വന്നു. ഓൾമോസ്റ്റ് എവറി പേജിൽ they had notes on ഇത് സെൻസിറ്റീവ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ പെൻഗ്വിൻ എന്നോട് എൻ്റെ എഡിറ്റർ മാൻസി പറഞ്ഞത്, യു ആർ ഫ്രീ ടു അക്സെപ്റ്റ് ഓർ റിജക്ട്. അവരുടെ ഇത് ചെയ്തു. ദാറ്റ് ഇസ് ദാറ്റ് ലോയറുടെ ഒരു ഫീഡ്ബാക്ക് വേണം. പക്ഷെ അൾട്ടിമേറ്റ് ഡിസിഷൻ എനിക്ക് തന്നെ വിട്ടത്. അതുണ്ടല്ലേ. അപ്പോൾ 1-2 സ്ഥലത്ത് മാത്രം ഞാൻ റീഫ്രേസ് ചെയ്തു ചില കാര്യങ്ങൾ. ചില കുറേ വേണ്ടാത്ത ഒരു ഇതിലേക്ക് വരും. പക്ഷെ ബാക്കി I was able to reject everything that the lawyer said. ഫ്രീഡം ഇപ്പോഴും ഉണ്ട്. Only thing is ലോയർക്കും കൂടി പുസ്തകം വായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടാക്കി എന്ന് മാത്രമേ. പക്ഷേ ഫണി തിങ് ഇസ്, ലോയർ അവർക്ക് ഇമെയിലിൽ ലീഗൽ റിപ്പോർട്ട് അയച്ചു. പക്ഷെ പിന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഐ ലവ്ഡ് ദ ബുക്ക്, ഐ എൻജോയ്ഡ് ദ ബുക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, ലീഗൽ റിപ്പോർട്ടിൽ ഇതൊന്നും ആക്ച്വലി എനിക്ക് പ്രൈവറ്റ്ലി പറയുന്നതാ ഇങ്ങനെ. അപ്പം പക്ഷെ അത് തന്നെ ആ ഒരു കോൺട്രഡിക്ഷൻ. ഇതേ ഒരു പ്രശ്നം ഇപ്പോൾ ലീഗൽ റിപ്പോർട്ട്സ് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള റൈറ്റർ എന്നുള്ള ഒരു സെൽഫ് സെൻസർഷിപ്പ് അറിയാതെ വരുന്നുണ്ടോ? വരും. കാരണം പക്ഷെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനും പഠിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഭയം ഉണ്ട്. കാരണം ഇന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു 10 വർഷം ശേഷം നമ്മൾ വേറെ ഒരു സന്ദർഭത്തിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഒരാൾ പോയി പഴയ ഒരു പുസ്തകത്തിനകത്തുനിന്ന് ഒരു ലൈൻ എടുത്ത്, ഓ ഇത് നിങ്ങൾ എഴുതി, മൈ ഫീലിംഗ്സ് ആർ ഹേർട്ട് എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്താൽ, ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ കുറെ വർഷം ഇരിക്കുമല്ലോ ഒരു ഷെൽഫിൽ. അപ്പൊ ഇന്ന് മാത്രമല്ല, നാളെയും നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ. ഇപ്പം സമൂഹത്തിലെ സോഷ്യൽ കണ്ടീഷൻസ് ഇനിയും വേഴ്സൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയാൽ ഇപ്പം സെൻസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ 10 വർഷത്തിന് ശേഷം സെൻസിറ്റീവ് ആയിട്ട് ആൾക്കാർക്ക് തോന്നും. അപ്പോഴും അവർക്ക് ചിലപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വരാൻ പറ്റും. പക്ഷെ വി ആർ ലിവിംഗ് വിത്ത് ദാറ്റ് റിസ്ക്. അത് നമ്മുടെ ട്രഡീഷനിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് ഹു ഹാവ് ബീൻ ഏബിൾ ടു
stand up despite that risk. ഞാൻ സെൽഫ് കമ്പാരിസൺ ചെയ്യുമല്ല, പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ കബീറിന്റെ കാര്യം നോക്കും, അവരും അവരുടെ കാര്യത്തിൽ when they said something that was unpopular അവരെ റെസിസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ they still said it. That gives us a sense of confidence that നമ്മുടെ ട്രഡീഷനിൽ തന്നെ ഡിസെന്റ് ഹാസ് ബീൻ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഇന്റലക്ച്വൽ ട്രഡീഷൻ. എല്ലാവരും ഇങ്ങനെ യെസ് മെൻ ആയിട്ട് നിന്നില്ല, ചിലവരുണ്ടായിരുന്നു എപ്പോഴും അറ്റ് ഗ്രേറ്റ് പേഴ്സണൽ റിസ്ക് ടു ദംസെൽവ്സ് ദേ വർ ഏബിൾ ടു സേ നോ ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്. വേറൊരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം നാച്ചുറലായിട്ട് നമ്മൾ ഒരു ഹിസ്റ്റോറിയനെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ടംപററി ലൈഫ് എവിടെയാണ്, ഏത് കാലത്താണ് അയാൾ ജീവിക്കുന്നത് വളരെ പ്രധാനം. വളരെ മോഡേണൈസ്ഡ് ആയിട്ട് ടെക്നോളജിക്കലി ആയിട്ടുള്ള ഒരു കാലത്താണ് വളരെ ചെറുപ്പമുള്ള മനു ഹിസ്റ്റോറിയനാകുന്നത്. പക്ഷേ പൊളിറ്റിക്കലി പലതും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന, ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ്. ഈവൻ നിങ്ങളുടെ ജാതി പോലും ചോദ്യം ചെയ്യപ്പെടും, അതിൻ്റെ വാല് പോലും ചോദ്യപ്പെടും, എന്തും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത്. അതെങ്ങനെയാണ് അതിനെങ്ങനെ കാണുന്നത്? അതും ഇന്നത്തെ ലോകം അങ്ങനെ. സോ അതിനെ അങ്ങനെ ബ്രഷ് ഓഫ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ തന്നെ ഈ യൂട്യൂബ് വീഡിയോ വന്നാൽ ഞാൻ ഒരൊറ്റ കമന്റ്സും വായിക്കാം. കാരണം എന്തിനാ വായിച്ച് അത് നല്ലതും കാണും, പക്ഷെ അതും വായിക്കാൻ പോകില്ല, കാരണം ഇറ്റ്സ് അൺനെസസറി. എന്തിനാ അതൊരു ഡിസ്ട്രാക്ഷൻ? നമ്മൾ വിചാരിക്കും ഇറ്റ് ഡസന്റ് അഫക്ട് us, പക്ഷേ ഇറ്റ് വിൽ അഫക്ട് us. And then 5 days later you will still be thinking about it. അതിനെക്കാട്ടും നല്ലത് വായിക്കാതിരിക്കും. അവർ പറഞ്ഞോട്ടെ, അത് ഇറ്റ്സ് എ ഫ്രീ കൺട്രി, അവർക്ക് വേണ്ടിയത് പറയാം. എനിക്ക് പറയാനുള്ള ഒരു അത് കുഴപ്പമില്ല. എനിക്ക് ഈ പ്ലാറ്റ്ഫോം കിട്ടിയപോലെ അവർക്ക് അതൊരു പ്ലാറ്റ്ഫോമാണ് വേണ്ടതൊക്കെ വിളിച്ച് പറഞ്ഞോട്ടെ. സോ ഐ എം ഓക്കെ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രഷർ എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല, കാരണം ഞാൻ അത് നോക്കാൻ പോലും പോകാറില്ല. പിന്നെ യെസ്, നമ്മൾ അവെയറാണ്, ഇപ്പം ലോകം നമ്മുടെ ചുറ്റിനും മാറുന്നുണ്ട്, ലോട്ട്സ് ഓഫ് ചേഞ്ചസ്, മിസ്ഇൻഫർമേഷൻ വരുന്നു, ഹിസ്റ്ററിയെ പറ്റി ഒരു വളരെ സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നു. പക്ഷെ അതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇൻ ദ സെൻസ് ദറ്റ് നമ്മളൊരു സോബറായിട്ട് ഒരു സിൻസിയറായിട്ട് നമ്മുടെ ജോലി ചെയ്താൽ മൈ ഫെയ്ത്ത് ഇസ് ദറ്റ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബി ഏബിൾ ടു സീ യു എസ് സമൺ ഹു ഡസ് സംതിങ് അബൌട്ട് ദിസ്. എല്ലാവരും ഈ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറൻസിയുടെ ഇടയിൽ കിടന്ന് കളിക്കുമ്പം നമ്മൾ ട്രൈങ് ടു അവോയ്ഡ് ഇറ്റ് അല്ല, ട്രൈങ് ടു നോട്ട് അഡ്രസ് ഇറ്റ് അല്ല, പക്ഷെ സിൻസിയറായിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു വില ഉണ്ടായി വന്ന് ഐ തിങ്ക് ഇൻ ഫ്യൂച്ചർ പീപ്പിൾ വിൽ റെക്കഗ്നൈസ് എന്നുള്ള ഒരു ഹോപ്പിലാണ് ഞാൻ അറ്റ്ലീസ്റ്റ്. മനുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പൊളിറ്റിക്കൽ നമ്മുടെ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഹിസ്റ്റോറിയൻസ് ആരും ഒരു പബ്ലിക് ഫിഗേഴ്സ് അല്ല ബേസിക്കലി. മനു അതല്ല. മനു ഓൾ ഇന്ത്യ ലെവലിലൊരു എമംഗ് ദ യൂത്തിൻ്റെ പോലും അറിയുന്ന ഒരാളാണ്. സോ ദാറ്റ് മേക്സ് ഡിഫറൻസ്. അത് എൻജോയ് ചെയ്യാനും ചെയ്യാം, അതിൻ്റെ ചില കോൺട്രഡിക്ഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യാം. ഉണ്ട്. അതൊക്കെ ആവാം. പക്ഷേ ഇത് എനിക്ക് ചിരി വരുന്നത്, ഞാൻ കമന്റ്സ് വായിച്ചില്ലെങ്കിലും ചില ഫ്രണ്ട്സ് ഒക്കെ വായിക്കും. അതൊക്കെ വായിക്കും. അപ്പം താങ്കളുമായിട്ട് മുമ്പുള്ള ഇന്റർവ്യൂ ചെയ്തപ്പം എല്ലാവരും പറഞ്ഞു ഫുൾ ലെഫ്റ്റിസ്റ്റ് ആണ്. പിന്നെ ഏതോ സമയത്ത് ലെഫ്റ്റിന്റെ ഏതോ ഒരു നാരറ്റീവിന്റെ ഞാനൊന്ന് പുഷ് ബാക്ക് ചെയ്തപ്പം ഇത് റൈറ്റ് വിങ് ആണ്. പക്ഷെ ഫണ്ണിയസ്റ്റ് വാസ് ആ വീഡിയോയുടെ അടിയിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ്, ഒരു കമന്റ് ഉണ്ടായിരുന്നു, എനിക്ക് BJP ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിൽ ടിക്കറ്റ് തരാൻ പോവാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് കൊള്ളാം, ഒരു സൈഡിൽ നിന്ന് തെറി കിട്ടുന്നു, മറ്റേ സൈഡുകാർ പറഞ്ഞു അവര് തന്നെ ടിക്കറ്റ് തരാൻ പോകുന്നു. പക്ഷെ ഇതൊക്കെ it's part of the game. I'm not going to complain. Other than this political compulsions എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രഷറോ അങ്ങനെ ഒന്നും വരാറുണ്ടോ? ഇല്ല, nobody ഇല്ല. ത്രെഡ്സ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ആകെയുള്ള ഒരു ഇത് വന്നത് ഈ ജാനുവരിയിൽ ഈ 2024 ഞാനൊരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഹിസ്റ്റോറിക്കൽ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇടയിൽ ശിവാജിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് പക്ഷേ അതിന്റെ റീൽ അവരെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ശിവാജി എന്നെങ്ങനെയാ പറയുന്നത്, ഛത്രപതി ശിവാജി മഹാരാജ് എന്ന് പറയണം. ഇത് നമ്മൾ ഇൻസൾട്ട് ചെയ്യാനൊന്നും അല്ല പറയുന്നത്, നമ്മളൊരു ഹിസ്റ്റോറിക്കൽ, നമ്മൾ അക്ബർ എന്ന് പറയുന്ന പോലെ അക്ബർ എന്ന് പറയുന്നു, അല്ലാതെ അക്ബറിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അല്ല അക്ബർ എന്ന് പറയുന്നത്. ഷാഹിൻ ഷാ അക്ബർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും, എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ചില ഇറിറ്റേഷൻസ് വരും. എൻ്റെ പിന്നെ മഹാരാഷ്ട്ര ആയതുകൊണ്ട് ഒന്ന് ഇതായി, കാരണം പറയാൻ പറ്റത്തില്ല, അവിടെ ശിവസേനയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി, അല്ലാതെ ഇൻസൾട്ട് ചെയ്തൊന്നുമല്ല. ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ നമ്മൾ പേരെടുത്ത് പറയുന്ന പോലെ അത്രയും പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ ചില ഒക്കേഷണൽ ഇതൊന്നും തോന്നും, പക്ഷെ അല്ലാതെ വേറെ ഒരിക്കലും തോന്നിയിട്ടില്ല. വേറൊരു വലിയ പ്രശ്നം, ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പണ്ട് സംസാരിച്ചിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് വരുന്നു, ഇപ്പോൾ തന്നെ പാർലമെൻറ്റ് നടക്കുന്നു. ഒരു തരത്തിലുള്ള സീരിയസ് ഡിബേറ്റ്സ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരാരെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പ്രയാസമില്ല. ഹൗ ഡു യു, എങ്ങനെയാണ് ഈ പാർലമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ് ഡിസിലൂഷൻമെന്റ് എന്ന് പറയാം. കാരണം ഇപ്പോഴും ഇപ്പം
പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇസ് വളരെ കാരിസ്മാറ്റിക് ഫിഗർ. അതെ. അപ്പോൾ ഒരു യു കൻ സീ ദാറ്റ് പബ്ലിക് കേരളത്തിൽ വരെ വന്നാലും ആരും വോട്ട് കൊടുത്തില്ലെങ്കിലും കാണാനായിട്ട് എത്ര ആളാണ് വരുന്നത്. ബിക്കോസ് ദേ ജെന്യൂൻലി ഹാവ് സം സെൻസ് ഓഫ് ഹി ഹാസ് എ സെൻസ് ഓഫ് കറിസ്മ. പക്ഷെ അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പം വരെ വന്നിട്ടില്ല. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഒരുപാട് സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡേഴ്സും ആ സെയിം മോഡലിനെ മിമിക് ചെയ്തുകൊണ്ട് ആ ഒരു രൂപത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് ഓൾസോ നോട്ട് ഹെൽത്തി. നിങ്ങളുടെ ജോലി ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കാനാണ്, അല്ലാതെ അതേ മോൾഡില് നിങ്ങളും മാറിയെടുത്താൽ നമുക്കാണ് നഷ്ടം, സിറ്റിസൺസിനാണ് നഷ്ടം. അപ്പൊ നിങ്ങളും ഒരു ഓൾട്ടർനേറ്റീവ് തരുന്നില്ല. ദാറ്റ് ഐ തിങ്ക് ഇറ്റ്സ് കോസിങ് എ സെൻസ് ഓഫ് ഡിസൊല്യൂഷൻ. എങ്ങും ഒരു ഓൾട്ടർനേറ്റീവ് കാണാൻ പറ്റാത്തതിന്റെ ഒരു ഇത് അത് ഡെമോക്രസിക്ക് തന്നെ ആവശ്യമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിച്ച് പാർട്ടി യു ലൈക്ക്. BJP-ക്കാരും നമ്മൾ ചിലവരോട് സംസാരിച്ച് അവരും പറയും ഒരു സ്ട്രോങ് ഓപ്പോസിഷന്റെ ആവശ്യമുണ്ട് ഇൻ ഓർഡർ ഫോർ ഡെമോക്രസി ടു സർവൈവ് ഇൻ എ ഗുഡ് വേ. അല്ലെങ്കിൽ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി, രാം ഗുഹ ഒക്കെ പറയുന്ന പോലെ 50-50 ഡെമോക്രസി മാറി 70-30 ആവും, പിന്നെ അത് 90-10 ആവും. പേരിന് മാത്രം ഡെമോക്രസി ആയിരിക്കും, പക്ഷേ ആക്ച്വലി ഇറ്റ് വിൽ ബി എൻ ഓട്ടോക്രസി. പക്ഷേ ഈ പാസിംഗ് ഓഫ് ടൈമിൽ ഇതിനിടയിൽ നടക്കുന്ന കുറേ ചേഞ്ചസ്, ഇപ്പോൾ ലീഗൽ ചേഞ്ചസ് വരുന്നു, നിയമങ്ങൾ മാറ്റുന്നു, അതൊക്കെ തിരിച്ചുകൊണ്ടുവരാനൊക്കെ പ്രയാസം. പാർലമെൻറ്റ് മാറ്റി, പാർലമെൻറ്റിലെ കൺവെൻഷൻസ് മാറ്റുന്നു, ഇതുണ്ടാകുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം 91 റിലീജിയസ് ആക്ട് എന്താണ് ചെയ്യുന്നത്, അത് കോടതി ഇടപെടേണ്ടി വരുന്നു. ഇപ്പോഴും പല സ്ഥാപനങ്ങൾ, പല ആരാധനാലയങ്ങളും പൊളിക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന് പറയുന്നു. അതിൽ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഓറൽ വാക്കുകൾ പോലും അത് വയ്ക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ്, ആർ യു വറീഡ് അബൌട്ട് ഇറ്റ്? അതാണ് ഞാൻ പറയുന്നത്. സർട്ടൻലി വറീഡ്. കാരണം ഇൻ മെനി വേസ് നമ്മുടെ ആക്ച്വൽ ഇഷ്യൂസ് ആർ ഗെറ്റിംഗ് സബ്സ്യൂംഡ് ബൈ ഓൾ ദിസ്. അത് ചിലപ്പോൾ ഡെലിബറേറ്റ്ലിയും കൂടെ ആയിരിക്കും. കാരണം ആക്ച്വൽ ഇഷ്യൂസ് ഇന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും എന്തെങ്കിലും ഒരു, ഹിന്ദിയിൽ പറയുന്നത് നോട്ടങ്കി, എപ്പോഴെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇന്നലെ പാർലമെന്റിൽ നടന്നത് തെള്ളിയിട്ടു, തല അടിച്ചു, ആരാണ്ട് ഒരു MP തള്ളി, അയാൾ വേറെ ഏതൊരു MP-യുടെ വട്ടയ്ക്ക് വീണു. ഇതൊക്കെയാണ് MP-മാർ ചെയ്യേണ്ടത്. ഒരു സത്യമായിട്ട് ഒരു നാണമില്ലാത്ത ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം ഇറ്റ്സ് ഓൾ കമ്പൈൻഡ്, സോഷ്യൽ മീഡിയ, ദിസ് ദാറ്റ്. പക്ഷെ അതൊക്കെ നാച്ചുറലി ഐ വറി ബിക്കോസ് നമ്മുടെ ഈവൻ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന MP-മാർ പോലും അവരൊരു ഹിന്ദു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും കാണിക്കുന്നത് നമുക്ക് അത്ഭുതപ്പെടും. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ദേ ആർ ഇന്റലക്ച്വലി ഗുഡ്, പക്ഷേ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതിന്റെ ആ ലെവലിലേക്ക് തരം താഴുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിന് ഉണ്ടാകുന്ന ഒരു ഡാമേജ് ആയിട്ട്. ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് പണ്ടേ ഉള്ളതാണ്, അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊന്നും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് 10 വർഷത്തിലുണ്ടായി വന്നതൊന്നുമല്ല, പണ്ടേ ഉള്ളതാണ് ഇൻ ഡിഫറെന്റ് വേസ്. ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞാലും ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു 1960s വളരെ സോഷ്യലിസ്റ്റിനെ ചെയ്തുകൊണ്ടുള്ളത്. മരിക്കുന്ന ആ ഒരു 80s ഇതായപ്പോഴേക്കും കുറെ കൂടെ റിലീജിയസ് ആയി, ബീഡ്സ് ഒക്കെ ഇട്ട് തുടങ്ങി, അമ്പലങ്ങളിൽ പോയി തുടങ്ങി. അങ്ങനെ ആ ഒരു തിങ് 80s മുതലേ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ശരിയാണ്, ഇത് വെയറിങ് റിലിജൻ ഓൺ യുവർ സ്ലീവ് ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. റിലീജിയസ് ആവാം, പക്ഷെ നോബഡി വാസ് വെയറിങ് ഇറ്റ് ഓൺ ദ സ്ലീവ് ദാറ്റ് മച്ച്. ഇപ്പൊ അങ്ങനെയല്ല, വളരെ ഡെമോൺസ്ട്രേറ്റ്. മാത്രമല്ല ലോകം മുന്നോട്ട് പോയി, നമ്മൾ 21st സെഞ്ചുറി ആണെന്ന് പറയും, നമ്മൾ ഒരുപാട് സാങ്കേതികമായിട്ട് മുന്നോട്ട് പോയി, അപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള. പക്ഷെ അതെനിക്ക് ഒന്ന് ലോകത്തിന്റെ ഒരു ഫേസ്, കാരണം ഇവിടെ മാത്രമല്ല. ഞാനിപ്പം UK-ൽ ഞാൻ ആദ്യം ലണ്ടനിൽ സ്റ്റുഡന്റ് ആയിട്ട് പോകുന്ന ആ ലണ്ടനില് ഹോംലെസ്നെസ് ഇത്രയും എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇപ്പം പോകുമ്പോൾ ഐ കൻ സീ ഹോംലെസ്നെസ് ഫോർ എക്സാമ്പിൾ. അതെല്ലാം സൊസൈറ്റിയിലെ ചില മാറ്റങ്ങളുടെ സിംറ്റംസ് ആണിത്. അവിടെയും പൊളിറ്റിക്കൽ കെയോസ്, അവിടെയും ഒരു ന്യൂ കൺസർവേറ്റിസം ഉണ്ടായി വരുന്നു, ഒരു വളരെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് സ്ട്രീക്ക് ഓഫ് തിങ്കിങ് പിന്നെയും പോകി വരുന്നു, വളരെ നേറ്റിവിസ്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അമേരിക്കയിലും അതുപോലെ. ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പവറൊക്കെയാണ്, പക്ഷെ അവിടുത്തെ ഡിബേറ്റ്സ് എന്താണ് അബോർഷന്റെ പേരിൽ. നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ ഓൾറെഡി സെറ്റിൽഡ് മാറ്റേഴ്സ് ആണ്. വുമൻ ഹാസ് അതോറിറ്റി ഓവർ ഹർ ബോഡി, സിമ്പിൾ, ഇറ്റ്സ് ടേക്കൺ ഫോർ ഗ്രാന്റഡ് നൗ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളൊക്കെ ഇരുന്നത്. പക്ഷെ അപ്പാരന്റ്ലി നോട്ട്. അവിടെ അതിൻ്റെയൊക്കെ റിവേഴ്സൽ വരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്ലോബൽ ചേഞ്ച് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ക്രൈസിസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ഡെലിവർ ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ക്രൈസിസ് ഓഫ് ലിബറൽ എക്കണോമിക്സ് ഇൻ ദ സെൻസ് ദാറ്റ് പ്രോമിസ് ചെയ്ത് ആ ക്യാപിറ്റലിസവും ഡെമോക്രസിയും കൂടെ ചേർന്ന് എല്ലാവരെയും അങ്ങ് പൊക്കും എന്നുള്ള അത് ഡെലിവർ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൾച്ചറൽ ഡിസൊല്യൂഷൻ ഉണ്ട്. ബിക്കോസ് അറ്റ് സം ലെവൽ ഐ തിങ്ക് ചില പവർഫുൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഫെൽറ്റ് ദാറ്റ് നമ്മൾ ഇൻ ദിസ് ഹോമോജനൈസ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഹിന്ദുയിസം ഹോമോജനൈസ് ആവുന്നുണ്ട്, ഇസ്ലാമിലും ഒരു ഹോമോജനസ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലെ ഒരു ഗ്ലോബൽ ഹോമോജനൈസേഷനും ആവുന്നുണ്ട്. അതിന്റെ ഒരു കൾച്ചറൽ റിസെന്റ്മെന്റും ആൾക്കാർക്കുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ യൂറോപ്പിലെ റാഷണൽ എൻലൈറ്റൻമെന്റിന്റെ റാഷണലിസമും റീസണും ഒക്കെ ഒരു ഇവാഞ്ചലിക്കൽ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. മേ ബി വി ആർ ലിവിംഗ് ത്രൂ എ ബാക്ക്ലാഷ്. ഈ കഴിഞ്ഞ 50 years 20th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫിന്റെ അതിന്റെ ഒരു ബാക്ക്ലാഷ് ആയിരിക്കും നമ്മളിപ്പം ജീവിക്കുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ്, നമ്മളെപ്പോഴും നമ്മുടെ ഇത് വെച്ചാണ് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്ലോബൽ സെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇന്റർനെറ്റ് വന്നു, അതിൻ്റെതായ ഡിസ്ട്രക്ഷൻസ് വന്നു, സോഷ്യൽ മീഡിയ വന്നു,
അപ്പോൾ പണ്ട് ആൾക്കാർ പൊളിറ്റിക്കലി ഓർഗനൈസ് ചെയ്യുന്ന പോലെ അല്ല ഇപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ദ റൂൾസ് ഓഫ് ദ ഗെയിം ആർ ചേഞ്ചിങ് വെരി മച്ച്. എൻ്റെ ഇതൊക്കെ ലൈവായിട്ടാണ് നടക്കുന്നത്. ആർക്കും അതിനെ പിടികിട്ടുന്നതിന് മുമ്പ് കാര്യങ്ങൾ. അതുപോലൊരു പ്രശ്നമാണ് ഈ വിഷണറി ലീഡർഷിപ്പ് നഷ്ടപ്പെടുന്നു. എൻ്റെ ഒരു തോന്നലാണ്. വിഷണറി ലീഡർഷിപ്പ് ലോകം മുഴുവൻ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഇല്ല. 20th സെഞ്ചുറി നമുക്ക് ഒരുപാട് വലിയ ഫിഗേഴ്സിനെ കാണാം. അങ്ങനെയുള്ളവരെ നമ്മൾ മറക്കുകയും ചെയ്തു. ഇപ്പോൾ നെഹ്റുവിൻ്റെ കാര്യം ഇന്ത്യയിൽ എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു, ഇപ്പോൾ അംബേദ്കർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എന്ത് കോൺസ്റ്റിറ്റ്യൂഷനെങ്കിലും നെഹ്റു കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു വലിയ ഒരു ചേഞ്ചാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. നാഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്ന വലിയ കാര്യം നെഹ്റു കംപ്ലീറ്റ് ആയിട്ടും ടാർണിഷ് ചെയ്യപ്പെടുന്നു, മെൻഷൻ ചെയ്യുന്നില്ല. ഈവൻ കോൺഗ്രസ് പോലും ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് മേ ബി എ സെക്യുലർ ഫെയിം ആയതുകൊണ്ട് ഇതൊക്കെ ഒരു സൈക്ലിക്കൽ ഇതാണ്. ഒരു കാലത്തെ ഐക്കോൺസ് വേറെ ഒരു ജനറേഷൻ ചിലപ്പോൾ ഐക്കോൺസ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരു വട്ടം കഴിഞ്ഞ് വീഴുമ്പോൾ പിന്നെയും ചിലപ്പോൾ അവർ പൊങ്ങി വരും, വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വില്ലന്മാരായിട്ട് മാറും. അതിലെനിക്ക് അങ്ങനെ വലിയ ഇത് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മുമ്പും കണ്ടിട്ടുള്ളത്. ഈ സൈക്കിൾസ് കീപ് അക്കറിങ് ഇൻ ഹിസ്റ്ററി, ദീസ് പാറ്റേൺസ് കീപ്. അപ്പൊ ഇതൊരു പാറ്റേൺ. ആ ഒരു രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നെഹ്റുയുടെ കേമത്വം നമ്മൾ രണ്ടുപേരും ഇരുന്ന് കേമൻ അല്ലെന്ന് പറഞ്ഞിട്ടും അത് മാറാൻ പോകുന്ന കാര്യമില്ല. ഇപ്പം ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞാലും ഇവിടെ നമ്മൾ നാളെ ഗാന്ധിജിയെ റെസ്പെക്ട് ചെയ്തെന്ന് തീരുമാനിച്ചാലും ലോകത്തിൽ എത്രയോ ആൾക്കാർ അറിയുന്നു. ലണ്ടൻ മുതൽ എത്രയോ സ്ഥലങ്ങൾ ഗാന്ധിജിയുടെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും റെസ്പെക്ട് ഉണ്ട്. നെഹ്റുയുടെ പേര് ഇപ്പോഴും പുറത്ത് പറഞ്ഞാൽ പീപ്പിൾ സ്റ്റിൽ റെസ്പെക്ട്. അപ്പം അതൊന്നും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. നമ്മളിവിടെ എത്ര നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് എഴുതി മാറ്റിയാലും പുറം ലോകത്തും ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഇന്റർനെറ്റിന്റെ കാലത്ത് യു കാൻ കൺട്രോൾ ഹൂസ് റീഡിങ് വാട്ട്. അപ്പോൾ പിന്നെ നെഹ്റുവിനെ അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല. ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ ഭാവിയിലെ ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാം റെക്കോർഡ്സ് എടുക്കുന്നത് ഇപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്, ഇല്ലെങ്കിൽ ആർക്കൈവ്സിലുണ്ട്. ദർ ഈസ് എ റിട്ടൺ റെക്കോർഡ്, ഈവൻ ലെറ്റേഴ്സ്. അത് ഇന്ന് ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ധാരാളമുണ്ട്. സോ നെക്സ്റ്റ് ഹിസ്റ്റോറിയൻ വിൽ ഫേസ് എ ചാലഞ്ച്. ഇതിൽ ഏതാണ് ഫാബ്രിക്കേറ്റഡ് ഏതാണ് ഒറിജിനൽ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. ഫാബ്രിക്കേറ്റഡ് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പോളിറ്റിക്സ് നടക്കുന്നത് ഓൺലൈൻ അല്ലേ, സോഷ്യൽ മീഡിയ വഴി. പണ്ട് ട്വിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ട്രംപ് പറഞ്ഞ ഓരോ സാധനവും, പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഓരോ സാധനവും നമ്മളിങ്ങനെ നോക്കി അതിനകത്ത് അർത്ഥങ്ങളുണ്ട്, അതിന്റെ വേർഡിങ് കെയർഫുള്ളി ആയിട്ടായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ആ ഒരു 180 ക്യാരക്ടേഴ്സ് ഒരു പുതിയ മീനിങ്, ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഭാവിയിലുള്ളവർക്ക് അതൊക്കെ ഇരുന്ന് സ്റ്റഡി ചെയ്യേണ്ടി വരും. പക്ഷെ ഇതെല്ലാം ഡിജിറ്റൽ ടെക്നോളജിയാണ്. നാളെ ഇതൊക്കെ കൂടെ പറയാൻ പോകും. അതെ, അതുപോലെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പഴയ ഫയൽസ് ഒക്കെ നോക്കുമ്പോൾ അതിലൊക്കെ മാർക്കിങ്സ് കാണും. ഇന്റഗ്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് നടക്കുമ്പോൾ തിരുവിതാംകൂർ ലേക്ക് എന്ന സമയമാണെങ്കിലും നമ്മളെ റെക്കോർഡ്സ് നോക്കിയാൽ സബ്ജക്ട് ഒന്നാണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ നോട്ട്സ് കാണും. ഫസ്റ്റ് സെക്രട്ടറി, സെക്കൻഡ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ഗ്രൗണ്ടിലുള്ള VP മെനൻ, MK വെല്ലോടി, ഇവരുടെ ഒക്കെ നോട്ട്സ് വെച്ച് ഒറ്റ ഫയലിനകത്ത് വൺ ആഫ്റ്റർ ദി അതർ നമുക്ക് ഇതെല്ലാം കിട്ടും. ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് സംശയമാണ്. ഇന്നാളെ ഞാനൊരു പ്രോഗ്രാമിൽ കേൾക്കുമായിരുന്നു, ഇപ്പം ബ്യൂറോക്രാറ്റ്സ് അങ്ങനെ സ്വന്തം ഒപ്പിട്ട് ചെയ്യുന്നില്ല. കാരണം ഇത് വരും, ഇഷ്യൂ വരും, അല്ല ഒരു റെസ്പോൺസിബിലിറ്റി വരും. ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും നിങ്ങളുടെ തലയിലിരിക്കും. അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആരും ഇൻ റൈറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ചില ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഐ ഫീൽ ടെക്നോളജി വിൽ ഓൾസോ ഇവോൾവ് ടു അലൗ ഹിസ്റ്റോറിയൻസ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഇപ്പോൾ AI വരുന്നു, എത്രയോ കാര്യങ്ങൾ വരുന്നു, നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെയൊക്കെ അവസാന രൂപം എങ്ങനെയായിരിക്കും എന്ന്. പക്ഷേ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ പുതിയ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസും വരും. തഞ്ചാവൂരിലെ ഒരു രാജാവിനെ കുറിച്ച്, ഹിന്ദു രാജാവ്, അത് നമ്മൾ നേരത്തെ പറയാൻ അതിനെ കുറിച്ച് ഒരു പുസ്തകം വരുന്നല്ലേ, ഇന്ദിര പീറ്റേഴ്സിന്റെ. അവരുടെ മാന്യൂസ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തന്നിരുന്നു. അതിനെ ഞാൻ എന്റെ പുസ്തകത്തിൽ സൈറ്റ് ചെയ്തു. അയാൾ വളരെ ഡിഫറെന്റ് ആയ ഒരു രാജാവ്. അത് എസ്പെഷ്യലി there are two forms of colonialism, exposure to the western world എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് നമ്മൾ ഡിഫെൻസീവ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും ഇതെല്ലാം മോശമാണ്, നമ്മുടേത് മാത്രമായിരുന്നു നല്ലത്. ആ ഒരു സ്കൂൾ ഓഫ് തിങ്കിങ് ഇന്ത്യയിലുണ്ട്. ഇപ്പം സാവർക്കർ തന്നെ ഏതോ സമയത്ത് പറയുന്നുണ്ടല്ലോ, ഈ റെയിൽവേസ് വരെ എല്ലാം നമുക്ക് വേദങ്ങളിലുണ്ടെന്നൊക്കെ സാവർക്കർ തന്നെ കളിയാക്കി എവിടെയോ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കോൺഫിഡൻറ്റ് എൻഗേജ്മെന്റ് വിത്ത് മോഡേണിറ്റി എങ്ങനെ നടത്താം, അത് ഈ സർഫോജിയുടെ കരിയറിൽ നമുക്ക് കാണാം. കാരണം ഒരു രീതിയിൽ ഹി ഈസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഹിസ് ഹിന്ദു ഐഡന്റിറ്റി. 19th century, early 19th century, 1830s, right. ഒരു സൈഡിൽ നിന്ന് വളരെ കമ്മിറ്റഡ് ഹിന്ദുവാണ്. വേദപാഠശാല തുടങ്ങുന്നു, അമ്പലങ്ങളെ പുനരുദ്ധരിക്കുന്നു, ബ്രാഹ്മിൻസിന്റെ പശുക്കളെ ഡൊണേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സയൻസ് പഠിക്കുന്നുണ്ട്, ഫോറിൻ ഭാഷകൾ പഠിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആൻഡ് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സിനെ ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കുറുവഞ്ചി പ്ലേ ഫോമാറ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ. സാധാരണ അതിനകത്ത് തിരുപ്പതി, ശ്രീരംഗം അങ്ങനത്തെ ഹോളി സൈറ്റ്സ് ആയിരിക്കും. ഇതിനകത്ത് പക്ഷേ മോസ്കോ, ആഫ്രിക്കയിലെ പ്ലേസസ്, ഓസ്ട്രേലിയ വിട്ട് ലോകത്തിലെ വലിയ സിറ്റീസിനെ പറ്റിയൊക്കെ ജോഗ്രഫി പഠിപ്പിക്കുകയാണ് അദ്ദേഹം, പക്ഷേ ഒരു ട്രഡീഷണൽ മോഡിൽ. സോ അത് ഐ തോട്ട് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, ബിക്കോസ് അതൊരു കോൺഫിഡൻറ്റ് എൻഗേജ്മെന്റ് വിത്ത് മോഡേണിറ്റിയാണ്. നമ്മുടെ ഐഡന്റിറ്റിയും സെക്യൂർ ആണ്,
പക്ഷേ വി ആർ ഓൾസോ വില്ലിംഗ് ടു എൻഗേജ് വിത്ത് ദ വേൾഡ്. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ബാലൻസ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഐ യൂസ്ഡ് ഹിം ആസ് എൻ എക്സാമ്പിൾ. റെയർ ആണല്ലേ, നമ്മുടെ ഒരു ട്രഡീഷണൽ അത്തരം ആൾക്കാർ അധികമില്ല. ചിലവരുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്കെയിലിൽ അത്രയും ആരും ചെയ്തിട്ടില്ല. ഇന്നും നമ്മൾ ആ തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി പോയാൽ സത്യമായിട്ടും കബേർഡിന്റെ മണ്ടയ്ക്ക് കബേർഡ് സ്റ്റാക്ക് ചെയ്ത് വെച്ച് നിറച്ച് പുസ്തകങ്ങൾ. യൂറോപ്യൻ ഷീറ്റ് മ്യൂസിക് ഉണ്ട്, പഴയ ഓലഗ്രന്ഥങ്ങളുണ്ട്, ജർമ്മൻ ഫ്രഞ്ച് പുസ്തകങ്ങളുണ്ട്, കുറേ ബൊട്ടാനിക്കൽ ഡ്രോയിങ്സ് ഉണ്ട്, ഒരുപാട് വലിയൊരു കളക്ഷൻ. ഇതെല്ലാം ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചത് ഒരു ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് തോന്നും. ഒരു സെൻസ് ഓഫ് ഓ തോന്നുന്ന ഒരു സ്ഥലമാണ് സരസ്വതി മഹൽ ലൈബ്രറി. പക്ഷെ അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു ഒരു കാലത്ത്. മനുവിന് ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ മനുവിന് ചിലപ്പം ബോറടിക്കില്ല, പക്ഷെ എന്നാലും ചരിത്രമല്ലാതെ സാഹിത്യം അതൊക്കെ വായിക്കുന്ന ഒരു സ്വഭാവമാണ്. മനുവിനെ വായിക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാരുള്ള നാടാണ് കേരളം. എം ടി വാസുദേവനൊക്കെ മനുവിനെ കുറിച്ചും മനുവിൻ്റെ പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറയാറുണ്ട്. അപ്പോൾ എന്താണ് സാഹിത്യവും അതൊക്കെ ആയിട്ടുള്ള ബന്ധം എന്നുള്ളത്? ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോഴും എന്നോട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ ഒരു പുസ്തകം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബെന്യാമിൻ്റെ ഗോഡ് ഡേയ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം ഞാനും അത് ഗിഫ്റ്റായിട്ട് ഒത്തിരി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ KR മീരയുടെ പുസ്തകം, മീഷ ഹരീഷിൻ്റെ, അങ്ങനത്തെ ഇപ്പോഴത്തെ മലയാളം ലിറ്ററേച്ചർ ഐ റിയലി ലൈക്ക്. കാരണം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇപ്പം ലെറ്റ്സ് സേ മെയിൻ സ്ട്രീമിലുണ്ടായി വരുന്നത്, അത് ഫോർ സം റീസൺ ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് ഇൻസ്പയറിംഗ്. കാരണം അത് എല്ലാം ഏകദേശം ഒരേ ടൈപ്പ് ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളവർ അത്രയും റൂട്ടഡ് ആയിട്ട് തോന്നുന്നില്ല. ഈ കഥകളൊക്കെ സത്യമായിട്ട് റൂട്ടഡ് ആണ്. ആൻഡ് ഇഫ് യു ഹാവ് എ ഗുഡ് ട്രാൻസ്ലേറ്റർ, അപ്പോൾ ജയദേവിക്കൊക്കെ വളരെ ടാലന്റഡ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്, അവരുടെ കയ്യിലും കൂടെ കിട്ടിയ ഇറ്റ് കംസ് ഔട്ട് റിയലി ബ്യൂട്ടിഫുൾ. ഒരു റൂട്ടഡ് കഥ, നമ്മുടെ നാട്ടിലെ കഥ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥ, പക്ഷേ ഇൻ എ ലാംഗ്വേജ് ഓൾസോ ദാറ്റ് പീപ്പിൾ ഔട്ട്സൈഡ് ക്യാൻ അപ്രീഷിയേറ്റ് ആൻഡ് ദേ ക്യാൻ ഓൾസോ എൻജോയ് ദിസ്. എനിക്ക് അത് വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം കേരളത്തിലുണ്ടാകുന്ന ലിറ്ററേച്ചർ, കേരളത്തിലുണ്ടാകുന്ന സിനിമ, അത് ഐ റിയലി ലൈക്ക്. പൂനെയിൽ ജീവിച്ചു, ലണ്ടനിൽ പഠിച്ചു, ഇന്ത്യയിലെ ഹിസ്റ്റോറിയനായി, എന്നിട്ട് നമ്മളെ നാട് എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ് കേരളം. എപ്പോഴും ഞാൻ കേരളത്തിൽ വരുമ്പം ഇപ്പോഴും ഞങ്ങൾ വരും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വീടുണ്ടല്ലോ നാട്ടിൽ, അപ്പോൾ എല്ലാ വർഷവും വരും. കുറച്ച് 1.5 മാസം അവിടെ നിൽക്കും. പണ്ട് കുറെ കൂടെ വരുമായിരുന്നു. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് അത്രയും വരാൻ പറ്റുന്നില്ല. പക്ഷെ വരും. ആ സമയത്ത് ആ നാട്ടിലെല്ലാം കറങ്ങി നടക്കും. അവിടുത്തെ കൊച്ച് 2-3 അമ്പലങ്ങളുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത്, അവിടെ പോകും. ആരും പോകത്തില്ല, കാലി കിടക്കുവാണ്, പക്ഷെ അവിടെ പോയി ഒന്ന് മുഖം കാണിച്ചിട്ട് വരും. അതൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. ഒരു അക്കാഡമിക് കരിയർ പർസ്യൂട്ട് ഇല്ല, താല്പര്യം തൽക്കാലം ഇല്ല. പക്ഷെ ഐ വോണ്ട് ടു ഡു അതർ തിങ്സ് വിത്ത് ഹിസ്റ്ററി. ഫോർ എക്സാമ്പിൾ, ഇപ്പം പുസ്തകങ്ങൾ നമുക്ക് എഴുതാം, കുറെ കൂടെ എഴുതാം, ഐഡിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തപോലെ ഇപ്പൊ ടെക്നോളജി വരുന്ന ഒരു സമയമാണ്. നമുക്ക് ഇരുന്ന് കംപ്ലയിന്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ കുറെ മോശം ഹിസ്റ്ററി ഉണ്ട്, മോശമായിട്ടുള്ള കഥകൾ പറയുന്നു. പക്ഷെ നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യാൻ കംപ്ലയിന്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. സോ എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ദാറ്റ് ബ്രിങ്സ് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടുഗദർ വിത്ത് ഗുഡ് ഹിസ്റ്ററി. അത് നോക്കുക എങ്ങനെ ചെയ്യണം. ചിലപ്പോൾ അടുത്ത വർഷം നോക്കാം. താങ്ക് യു.